നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 5ഉം 6ഉം ശ്ലോകങ്ങൾ പഠിക്കാം. ശ്രീമന്നാരായണീയം ദശകം 18 പൃഥുചരിതം ശ്ലോകം 5. വിഖ്യാത പൃഥുരിതി താപസോപദിഷ്ടൈ സൂതാദ്യൈ പരിണുത ഭാവി ഭൂരിവീര്യ വേനാത്യാ കബളിത സമ്പദം ധരിത്രീമാക്രാന്താം നിജധനുഷാ സമാമകാർഷി. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുമെന്ന് നോക്കാം. വിഖ്യാത, അവിടെ വിസർഗമുണ്ട്, അപ്പം അങ്ങനെ വിസർഗത്തോടു കൂടെ നിർത്തണം. ഖ്യ നാവാളുള്ള ചിഹ്നം ദീർഘം, അതൊക്കെ ശ്രദ്ധിച്ചോളൂ. ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. വിഖ്യാത പൃഥുരിതി, പൃഥുചരിതമാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പൃഥുരിതി, പൃ എന്നാണ് പ്രാന്നായി പോകരുത്. പൃഥു, ഥു എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. പൃഥുർ ഇതി അത് ചേർത്തിട്ട് പൃഥുരിതി. താപസ ഉപദിഷ്ടൈ ചേർത്ത് ചൊല്ലുമ്പോൾ താപസോപദിഷ്ടൈ. ദി ദയ എന്നുള്ളതിൻ്റെയാണ്, മൃദുവായിട്ട് പറഞ്ഞാൽ മതി. താപസോപദിഷ്ടൈ അവിടെ വിസർഗത്തോടു കൂടെ നിർത്തണം. സൂതാദ്യൈ, സൂതാദ്യൈ അവിടെ വിസർഗമുണ്ട്, അപ്പം അങ്ങനെ വിസർഗം പറയണം അവിടെ. പരിണുത ഭാവി ഭൂരിവീര്യ അവിടെയും വിസർഗം, അപ്പം അങ്ങനെ വിസർഗത്തോടു കൂടെ നിർത്തണം. പരിണുത ഭാവി എന്നുള്ളതിൻ്റെ ഭ എന്നുള്ളത് ഭൂരി എന്നുള്ളതിൻ്റെ ഭൂ രണ്ടും നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. വേനാർത്യ കബളിത സമ്പദം, കബളി എന്നുള്ളതിൻ്റെ ബാന്ന് ബാലൻ എന്നൊക്കെ എഴുതണ ബ എന്നാണ്. കബളിത സമ്പദം, സമ്പത്ത് എന്നൊക്കെ ഉള്ളതിൻ്റെ ബ, സമ്പദം. ധരിത്രീം ആക്രാന്താം ചേർത്ത് ചൊല്ലുമ്പോൾ ധരിത്രീമാക്രാന്താം, ദീർഘം മുർക്കം അതൊക്കെ ശ്രദ്ധിച്ചോളൂ. ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. നിജധനുഷ, നിജ ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. സമാമകാർഷി വിസർഗത്തോടു കൂടെ നിർത്തണം അവിടെ. സമാം അകാർഷി അത് ചേർത്ത് ചൊല്ലുമ്പോൾ സമാമകാർഷി എന്ന് വരും. വിസർഗത്തോടു കൂടെ നീട്ടിയിട്ട് വിസർഗത്തോടു കൂടെ നിർത്തണം. വിഖ്യാത പൃഥുരിതി താപസോപദിഷ്ടൈ സൂതാദ്യൈ പരിണുത ഭാവി ഭൂരിവീര്യ വേനാർത്യാ കബളിത സമ്പദം ധരിത്രീമാക്രാന്താം നിജധനുഷാ സമാമകാർഷി. അടുത്തത് 6ാമത്തെ ശ്ലോകം. ഭൂയസ്താം നിജകുലമുഖ്യവത്സയുക്തൈർ ദേവാദ്യൈ സമുചിതചാരുഭാജനേഷു അന്നാദീന്യഭിലഷിതാനി യാനി താനി സ്വച്ഛന്ദം സുരഭിതനൂമധുദുഹസ്ത്വം. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുമെന്ന് നോക്കാം. ഭൂയ താം ചേർത്തിട്ട് ഭൂയസ്താം, ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. നിജകുല മുഖ്യ വത്സയുക്തൈർ, നിജകുല മുഖ്യ, ഖ്യ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. വത്സ എന്നുള്ളത് ത് സ എന്നാണ്, സ എന്നാണ്. വത്സയുക്തൈർ, കാ ത യുക്തൈർ. ദേവാദ്യൈ അവിടെ വിസർഗട്ട് ചൊല്ലുകയാണെങ്കിൽ ഒരു സാന്ന് മതി. ചേർത്ത് ചൊല്ലുമ്പോൾ സാന്ന് ഡബിളായിട്ട് ചൊല്ലണം. അതേപോലെ തന്നെ വത്സയുക്തൈർ ദേവാദി അവിടെയും ചെറിയ വരട്ടിട്ടുണ്ട്, അപ്പോൾ നമ്മളത് ചേർത്ത് ചൊല്ലാനുള്ളതാണ്. അപ്പോൾ 2 ദാന്ന് വേണം. ദാന്ന് മെല്ലെ ഊന്നി പറയണം. 2 ദാന്നുണ്ട്. ദേവാദ്യൈ വിസർഗട്ട് ചൊല്ലുകയാണെങ്കിൽ ഒരു സാ മതി. ചേർത്ത് ചൊല്ലുമ്പം സാന്ന് ഡബിളായിട്ട് ചൊല്ലണം. ചാരുഭാജനേഷു, ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. അന്നാദീനി അഭിലഷിതാനി ചേർത്തിട്ട് അന്നാദീന്യഭിലഷിതാനി
ഫി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. യാനി, താനി, സ്വച്ഛന്തം. സ്വ എന്നുള്ളത് ആവാനുള്ള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. സ്വച്ഛ. ഛ എന്നുള്ളത് അച്ഛൻ എന്നൊക്കെ ഉള്ളതിലത്തെ ഛ എന്നാണ്. ഒന്ന് ഊന്നി പറയണം. സ്വച്ഛന്തം. നാദ് എന്നാണ്. ന്തം എന്നാണ്. സ്വച്ഛന്തം. സുരഭിതനൂം അദൂദുഹ ത്വം. അത് ചേർത്തിട്ട് സുരഭിതനൂമദൂദുഹസ്ത്വം അങ്ങനെ വരും. ഫി എന്നുള്ളത് നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. അങ്ങനെ നിർത്താം. ഭൂയസ്താം നിജകുലമുഖ്യവത്സയുക്തൈർദേവാദ്യൈः സമുചിതചാരുഭാജനേഷു അന്നാദീന്യഭിലഷിതാനി യാനി താനി സ്വച്ഛന്തം സുരഭിതനൂമദൂദുഹസ്ത്വം. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.